بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم احفظنا وأهلينا والمسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك أنبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. أما بعد. സഹോദരങ്ങളെ, നമ്മൾ ഈ മസ്ജിദിൽ നടന്നു വരുന്ന ദർസുകൾ അള്ളാഹുവിൻ്റെ തൗഫീഖോടെ ഇന്നു മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതിൽ ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. എല്ലാ ഖൈറും അള്ളാഹു നമുക്ക് നിലനിർത്തി തരികയും എല്ലാ ഷർറിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ. സൂറത്തു അൽ മുംതഹന, ആ സൂറത്തിൻ്റെ തഫ്സീറാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഇൻഷാ അള്ളാഹ്. സൂറത്തു അൽ മുൽക്കാണ് ആദ്യം നമ്മളിവിടെ തഫ്സീർ ആരംഭിച്ചത് തൽശ്ശേരിയിൽ. പിന്നെ അവസാനത്തെ ജുസ് തുടങ്ങി സൂറത്തുൽ ഫാത്തിഹ മുതൽ, പിന്നീട് ഖുർആനിൻ്റെ അവസാനത്ത് നിന്ന് മുകളിലേക്ക്, അങ്ങനെ തുടങ്ങിയിട്ടാണ് അള്ളാഹുവിൻ്റെ തൗഫീഖോടെ സൂറത്തുൽ മുംതഹനയിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ കലാം ഇഖ്ലാസോടെ പഠിക്കാനും ജീവിതത്തിൽ പാലിക്കുവാനും റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഈ സൂറത്ത് മദനീയത്തായ സൂറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നാണ്. ബിസ്മില്ലാഹി അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ അദുവ്വി വഅദുവ്വകും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദതി വഖദ് കഫറൂ ബിമാ ജാഅകും മിനൽ ഹഖ് യുഖ്രിജൂന الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تصرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. ഇതാണ് ഈ സൂറത്തിലെ ഒരൽപ്പം ദീർഘമായ ഒന്നാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ മുഅ്മിനുകളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനുകളെ, അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വസിച്ചവരെ, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത്, നിങ്ങൾ ഏർപ്പെടുത്തരുത്, അദുവി വ അദുവക്കും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ. അദുവി വ അദുവക്കും, അദുവി എൻ്റെ ശത്രുവിനെ, വ അദുവക്കും നിങ്ങളുടെയും ശത്രുവിനെ. മുഅ്മിനുകളെ, എൻ്റെയും നിങ്ങളുടെയും ശത്രുവിനെ നിങ്ങളാക്കരുത്. ഔലിയ ആക്കരുത്, നിങ്ങളുടെ മിത്രങ്ങളാക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, തുൽഖൂന ഇലൈഹിം നിങ്ങൾ അവർക്ക് ഇട്ടുകൊടുക്കുന്നു, ബിൽ മവദ്ദ മവദ്ദത്ത് ഇട്ടുകൊടുക്കുന്നു, അഥവാ സ്നേഹം
നിങ്ങൾ അവരോട് അവരെ സ്നേഹിക്കുന്ന മിത്രങ്ങളാക്കി എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ മുഅ്മിനുകളെ നിങ്ങളാക്കരുത്. വഖദ് കഫറു, അവരാകട്ടെ അവരാരാണ്? വഖദ് കഫറു, അവർ നിഷേധിച്ചിരിക്കുന്നു, കാഫറുകളായിരിക്കുന്നു, അള്ളാഹുവിന്റെ സത്യതയും നിഷേധിച്ചിരിക്കുന്നു. വഖദ് കഫറു, അവർ നിഷേധിച്ചിരിക്കുന്നു ബിമാ ജാഅകും മിനൽ ഹഖി, ബിമാ ജാഅകും മിനൽ ഹഖി, നിങ്ങൾക്ക് അവൻ കൊണ്ടുവന്നിട്ടുള്ള മിനൽ ഹഖ്, ഹഖ്, ആ ഹക്കിനെ അവർ നിഷേധിച്ചിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ദീനിനെ അവർ നിഷേധിച്ചിരിക്കുന്നു. മാത്രമല്ല അവർ ചെയ്യുന്നു യുഖ്രിജൂന, അവർ പുറത്താക്കുന്നു അർ റസൂല, റസൂലിനെ, ആ റസൂലിനെ അഥവാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെയും വഇയ്യാക്കും, നിങ്ങളെയും അവർ പുറത്താക്കുന്നു അഥവാ നിങ്ങളുടെ വീടുകളിൽ നിന്ന്. തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിച്ചു എന്നതിന്. ഇങ്ങനെയുള്ള എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ മുഅ്മിനുകളെ നിങ്ങൾ ഔലിയായി മിത്രങ്ങളായി സ്വീകരിക്കരുത്. ഇൻ കുൻതും ഖറജ്തും ജിഹാദൻ ഫീ സബീലി, ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ, ഖറജ്തും പുറപ്പെട്ടവർ, നിങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത് ജിഹാദൻ ഫീ സബീലി, എന്റെ മാർഗത്തിലുള്ള ജിഹാദിനു വേണ്ടി അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിനു വേണ്ടിയാണ് നിങ്ങൾ പുറപ്പെട്ടതെങ്കിൽ, വബ്തിഗാഅ മർദാതി, വബ്തിഗാഅ പ്രതീക്ഷിച്ചുകൊണ്ട്, മർദാതി എന്റെ തൃപ്തി, എന്റെ റിദ, എന്റെ മർദ അത് പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് നിങ്ങൾ പുറപ്പെട്ടതെങ്കിൽ, എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ, തുസിറൂന നിങ്ങൾ രഹസ്യമാക്കുന്നു, ഇലൈഹിം അവരിലേക്ക്, ബിൽ മവദ്ദ നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ രഹസ്യമായി അവരോട് സ്നേഹം കാണിക്കുന്നു. വഅന അഅലമു ബിമാ അഖ്ഫൈതും വമാ അലൻതും, വഅന ഞാനാകട്ടെ, അഅലമു അറിയുന്നു, ബിമാ അഖ്ഫൈതും നിങ്ങൾ ഒളിച്ചു വെച്ചതെന്തോ അത്, വമാ അലൻതും നിങ്ങൾ പരസ്യമാക്കിയതെന്തോ അതും ഞാൻ അറിയുന്നവനാണ്. വമൻ യഫഅൽഹു മിൻകും, നിങ്ങളിൽ ആര് അങ്ങനെ ചെയ്തോ, ഈ പറഞ്ഞതുപോലെ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങളിൽ ആരാണോ വലികളായി മിത്രങ്ങളായി സ്വീകരിച്ചത്, ഫഖദ് ضل സവാഅ السبيل, ഫഖദ് ضل തീർച്ചയായും അവൻ വഴിതെറ്റിയിരിക്കുന്നു, സവാഅ السبيل നേരായ മാർഗത്തിൽ നിന്ന്. ഇൻ യസ്ഖഫൂക്കും നിങ്ങൾ ഈ മൈത്രി ബന്ധം കാണിക്കുന്ന അവരെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, അവരെങ്ങാനും നിങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ, നിങ്ങളെ അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, യകൂനു ലക്കും അഅദാഅ, യകൂനു അവരായിരിക്കും, ലക്കും നിങ്ങൾക്ക്, അഅദാഅ ശത്രുക്കൾ, നിങ്ങളോട് അവർ ശത്രുതയാണ് കാണിക്കുക. വയബ്സുതു ഇലൈക്കും ഐദിയഹും, വയബ്സുതു അവർ നീട്ടുന്നതാണ്, ഇലൈക്കും നിങ്ങളിലേക്ക്, ഐദിയഹും അവരുടെ കരങ്ങൾ, നിങ്ങളെ ദ്രോഹിക്കും. വഅൽസിനതഹും അവരുടെ നാവുകളും, ബിസ്സൂഇ മോശമായതും കൊണ്ട് അഥവാ കൈകൊണ്ടും നാവുകൊണ്ടും അവർ നിങ്ങളെ ഉപദ്രവിക്കും. വവദ്ദു അവരാഗ്രഹിച്ചു, ലൗ തക്ഫുറൂൻ നിങ്ങളും കാഫിറുകളായിരുന്നുവെങ്കിൽ എന്ന്. ലൻ തൻഫഅകും ഒരിക്കലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല, അർഹാമുക്കും വല ഔലാദുക്കും, അർഹാമുക്കും നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളോ, വല ഔലാദുക്കും നിങ്ങളുടെ മക്കളോ ഒരിക്കലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല അള്ളാഹുവിന്റെ ദീനിനെതിരായി നിങ്ങൾ പ്രവർത്തിച്ചാൽ. യൗമൽ ഖിയാമത്തി യഫ്സിലു ബൈനക്കും, യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ, യഫ്സിലു ബൈനക്കും അവൻ നിങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാക്കും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, അള്ളാഹു അത് കണ്ടുകൊണ്ടിരിക്കുന്ന ബസീറാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ. ഈ ആയത്തുകളെ കുറിച്ച് ഇമാം ഇബ്ൻ കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, കാന സബബു നുസൂലി സദ്രി ഹാദിഹി സൂറത്തിൽ കരീമ ഖിസ്സതു ഹാതിബ് ഇബ്ൻ അബി ബൽതഅ റളിയല്ലാഹു അൻഹു. കാന സബബു നുസൂലി ഇറങ്ങാനുള്ള കാരണം, സദ്രി ഹാദിഹി സൂറ അൽ കരീമ ഈ സൂറത്തിന്റെ തുടക്കം അഥവാ നമ്മളിപ്പോ ഓതിയ അർത്ഥം പറഞ്ഞ ഈ ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണം ഖിസ്സതു ഹാതിബ് ഇബ്ൻ അബി ബൽതഅ, ഹാതിബ് ഇബ്ൻ അബി ബൽതഅ എന്നു പേരുള്ള ഒരു സഹാബിയുടെ കഥയാണ്. ഹാതിബ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത മഹാനായ മുഹാജിറായ സഹാബിയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ പിന്നീട് ബദറിൽ പങ്കെടുത്ത മഹാനായ സഹാബി. ആ സഹാബിയുടെ ഒരു കഥ
ആണ് ഈ ആയത്തിറങ്ങാനുള്ള കാരണം. ഈ ആയത്തുകൾ ഇമാം ബുഖാരി, മുസ്ലിം ഇവരൊക്കെ അവരുടെ സഹീഹുകൾ റിവായത്ത് ചെയ്തതാണ് ആ സംഭവം. എന്താണത്? ഇബ്നു കസീർ പറയുന്നു റഹിമഹുല്ലാഹ്, വദാലിക അന്ന ഹാത്തിബൻ ഹാദാ കാന റജുലൻ മിനൽ മുഹാജിരീൻ. ഈ ഹാത്തിബ് എന്ന സഹാബി റളിയല്ലാഹു അൻഹു മുഹാജിറുകളിൽപ്പെട്ട ഒരാളായിരുന്നു. വകാന മിൻ അഹ്ലി ബദ്രിൻ അയ്ദാ, ബദറിൽ പങ്കെടുത്ത സഹാബിയുമായിരുന്നു. വകാന ലഹു ബിമക്കത ഔലാദ് വമാൽ. എന്നാൽ മക്കയിൽ ഈ സഹാബിക്ക് കുറച്ച് സമ്പത്തും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. മക്കയിൽ മക്കളുണ്ട്, അവരവിടെയാണുള്ളത്. സമ്പത്തും അവിടെ ബാക്കിയുണ്ട്. ഹാസിബാകട്ടെ മുഹാജിറാണ്, ബദറിൽ പങ്കെടുത്ത മഹാനായ സഹാബിയാണ്, മദീനയിലാണ്. വലം യകും മിൻ ഖുറൈശിൻ അൻഫുസിഹിം. ഹാസിബാകട്ടെ റളിയല്ലാഹു അൻഹു ഖുറൈശ്, തനി ഖുറൈശി ആയിരുന്നില്ല, ഖുറൈശ് ഗോത്രക്കാരനായിരുന്നില്ല യഥാർത്ഥത്തിൽ. പിന്നെ ആരായിരുന്നു? ബൽക്കാന ഹലീഫൻ ലി ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹലീഫായിരുന്നു. ഹലീഫ് എന്നാൽ അവിടെ ഹിൽഫ് എന്നൊരു പരിപാടി അറബികൾക്കിടയിലുണ്ട്. അഥവാ ഒരാളെ അറബികളുടെ ഗോത്രങ്ങളിൽ അയാൾ ആ ഗോത്രക്കാരനല്ലെങ്കിലും ആ ഗോത്രത്തിൽ ഹിൽഫ് മുഖേന ആ ഗോത്രക്കാരനായിത്തീരും. ഹിൽഫ് എന്നാൽ ഇവർ തമ്മിൽ ഉള്ള കരാറുകൾ. ഒരു ഗോത്രം ഒരാൾക്ക് അഭയം കൊടുക്കും, അയാളെ നമ്മൾ ഹലീഫാണെന്ന് പറയും. പിന്നീട് അയാളെ ആ ഗോത്രത്തിലേക്ക് ചേർത്തി പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഗോത്രക്കാരനല്ല, ഹിൽഫിന്റെ അടിസ്ഥാനത്തിൽ. അതിനാണ് ഹിൽഫ് എന്ന് പറയുക. എത്രത്തോളം ഇസ്ലാമിൽ ആദ്യകാലത്ത് ഹിൽഫിന്റെ പേരിൽ സ്വത്ത് വരെ അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഏതുപോലെ ആദ്യകാലത്ത് മുഹാജിറുകൾ അൻസാറുകൾ പരസ്പരം അൻസാറുകളുടെ സ്വത്ത് മുഹാജിറുകൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു, അനന്തര സ്വത്തായി. എന്നാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയാത്തുൽ മീറാസ്, മീറാസിന്റെ ആയത്തുകൾ അവതരിപ്പിച്ചപ്പോൾ അത് മൻസൂഖായി. പിന്നെ ആ നിയമം ബാധകമല്ല. സ്വത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആളുകൾക്ക് മാത്രമേ അതിൽ അവകാശമുള്ളൂ, മറ്റാർക്കും അതിൽ അവകാശമില്ല. അങ്ങനെ ഇദ്ദേഹം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ഖുറൈശി ആയിരുന്നില്ല, മറിച്ച് ഹിൽഫിന്റെ അടിസ്ഥാനത്തിൽ, ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ആണ് അദ്ദേഹത്തെ ഖുറൈശികളിലേക്ക് ചേർത്തി വിളിച്ചിരുന്നത്. فلما عزم رسول الله صلى الله عليه وسلم على فتح مكة لما نقض أهلها العهد فأمر النبي صلى الله عليه وسلم المسلمين بالتجهيز لغزوهم وقال اللهم عم عليهم خبرنا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കാൻ, മക്ക ഫത്ഹു മക്ക അതിനുവേണ്ടി പുറപ്പെടാൻ തീരുമാനിച്ചപ്പോൾ, അഥവാ ഹുദൈബിയ സന്ധി കഴിഞ്ഞു, അതിനുശേഷം എന്തുണ്ടായി? മക്കക്കാരായ ഖുറൈശികൾ ഹുദൈബിയ സന്ധിയിലെ കരാറുകൾ ലംഘിച്ചു. അപ്പോൾ റസൂലുള്ളാഹി 10 വർഷത്തേക്ക് യുദ്ധമില്ല എന്നായിരുന്നു കരാർ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കരാർ ലംഘിച്ചപ്പോൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? മക്കയിലേക്ക് സൈന്യവുമായി ചെല്ലാൻ തീരുമാനിച്ചു. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം മറച്ചു വച്ചിരുന്നു. അഥവാ മക്കയിലേക്ക് പോവുകയാണെന്ന് പരസ്യമാക്കിയിട്ടില്ല. ചില റിവായത്തുകൾ വന്നതുപോലെ സഹാബിമാരിൽ തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടില്ല, കുറച്ചുപേരോട് പറഞ്ഞിട്ടുള്ളൂ. ആ കുറച്ചുപേരിൽ ഒരാളായിരുന്നു ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അത്രയും ഫദ്ലുള്ള, ശ്രേഷ്ഠതയുള്ള സഹാബിയായിരുന്നു. അങ്ങനെ അറിയിച്ചു കൊടുത്തപ്പോൾ കുറച്ചുപേരെ അറിഞ്ഞിട്ടുള്ളൂ, എന്നാൽ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടുമില്ല. ഫഅമിദ ഹാത്തിബു ഹാദാ, ഹാത്തിബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അദ്ദേഹം ഫകതബ കിതാബൻ, ഒരു എഴുത്തെഴുതി, ഒരെഴുത്ത് ഹാത്തിബ് എഴുതി. വബഅസഹു മഅ ഇംറഅത്തിൻ മിൻ ഖുറൈശിൻ ഇലാ അഹ്ലി മക്ക. എന്നിട്ട് ഒരു സ്ത്രീയുടെ കയ്യിൽ മക്കയിലേക്ക് അത് കൊടുത്തയച്ചു. ആ സ്ത്രീക്ക് അതിനൊരു കൂലിയും കൊടുത്തു. എന്താണ് മക്കക്കാർക്കുള്ള കത്ത്? യുഅലിമുഹും ബിമാ അസമ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് യുദ്ധത്തിന് വരികയാണ് എന്നറിയിച്ചുകൊണ്ടാണ് കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അത് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, ഇത് ശരിയായ കാര്യമാണ്, ഒരിക്കലും അല്ലല്ലോ. ഹാത്തിബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ
يعلمهم بما عزم عليه رسول الله صلى الله عليه وسلم من غزوهم ليتخذ بذلك عندهم يدا. എന്തിനാണ് ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തത്? അദ്ദേഹം അത് ചെയ്യാനുണ്ടായ കാരണം നേരത്തെ പറഞ്ഞല്ലോ, മക്കയിൽ അദ്ദേഹത്തിന് കുട്ടികളും സമ്പത്തൊക്കെ ഉണ്ട്. ബാക്കി ഖുറൈശികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹാജിറുകളായ സഹാബിമാർ, അവർക്കും പലർക്കും അവിടെ സ്വത്തും മക്കളൊക്കെ ബാക്കിയുണ്ട്. പക്ഷെ അവരൊക്കെ ഖുറൈശികളാണ്. എന്തു വന്നാലും ഖുറൈശിയാണ്. എന്തു വന്നാലും ഖുറൈശിയാണ്. അവർ ശത്രുക്കളായിരിക്കെ പോലും അത് ചില സമയത്ത് ഇത് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതുപോലെ സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മറ്റൊരു പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റം ശത്രുത പ്രകടിപ്പിച്ച ആളായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സഹാബത്ത് പിടിച്ചുകൊണ്ടുവന്നു. സഹാബത്തിന്റെ കൈ കിട്ടി, മസ്ജിദിൽ കെട്ടിയിട്ടു. 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും ചെന്ന് മുസ്ലിമാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, എന്താ വേണ്ടത്, എന്നെ മോചിപ്പിക്കാൻ എന്താ വേണ്ടത്, ഞാൻ തരാം, എത്ര വേണമെങ്കിലും തരാം, മുസ്ലിമാൻ തയ്യാറായിട്ട്. അങ്ങനെ 3 or 4 ദിവസം ഇങ്ങനെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയച്ചുവിട്ടേക്ക്, പോട്ടെ, ഒന്നും പറഞ്ഞില്ല, അയച്ചുവിട്ടേക്കാൻ പറഞ്ഞു. അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി മുസ്ലിം ആവുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസിദ്ധവും ഹൃദയസ്പർശിയുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ, എനിക്ക് താങ്കളുടെ മുഖത്തേക്കാൾ വെറുപ്പുള്ള ഒരു മുഖം മുമ്പുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് താങ്കളുടെ മുഖത്തേക്കാളും പ്രിയപ്പെട്ട മറ്റൊരു മുഖമില്ല. താങ്കളുടെ ദീനിനേക്കാളും വെറുപ്പുള്ള ഒരു ദീൻ എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് താങ്കളുടെ ദീനിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ട മറ്റൊരു ദീനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്ന ചില ഹിക്മത്തായിരുന്നു. ചില ആളുകൾ അങ്ങനെയാണ്, അവർക്ക് ഖൈർ ചെയ്താൽ അവരാകെ മാറും. അദ്ദേഹത്തെ അയച്ചുവിടാനാണ് പറഞ്ഞത്, അദ്ദേഹം മുസ്ലിമാവും. ഇങ്ങനെ അതൊക്കെ ഭരണാധികാരിയുടെ ഹിക്മത്തിൽപ്പെട്ടതാണ്. ഭരണാധികാരിക്ക് അങ്ങനെ ചില സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട്. ചില ഖൈർ, ചില മസ്ലഹത്തുകൾ കണ്ടാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം എടുക്കാം. അതിൽ സാധാരണക്കാർക്ക് റോളില്ല. അവരാണ് അത് തീരുമാനിക്കുന്നത്, അവരാണ് അതിൻ്റെ ആളുകൾ. അങ്ങനെ ഹാത്തിബ് സുമാമ മുസ്ലിമായി. സുമാമ മക്കയിലേക്ക് ചെന്നപ്പോൾ മക്കാർ ഖുറൈശികൾ ചോദിച്ചു, യാ സുമാമ അസബഅത്, നീ സാബി ആയോ? കാരണം അവർ മുസ്ലിങ്ങളായ ആളുകളെ സാബികൾ എന്നാണ് വിളിക്കുക. അവരെ ദീനിന്ന് പുറത്തേക്ക് പോയി, ദീനിന്ന് പുറത്തുപോയ ആളെന്ന അർത്ഥത്തിൽ സാബി എന്ന് വിളിക്കും. അപ്പൊ സുമാമ ഇത് തീരെ പിടിച്ചില്ല. സുമാമ പുറത്തൊരു നാട്ടിലെ ഒരു ചെറിയ പ്രദേശത്തെ ഭരണാധികാരിയാണ്. സുമാമ പറഞ്ഞു, മാ സബഅതു വലാകിന്നി അസ്ലംതു. സുമാമ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയോടെ ഉംറക്ക് പോയതായിരുന്നു മക്കയിലേക്ക്. മുസ്ലിമായ ശേഷം ഒറ്റക്ക് ചെന്നു. ഞാൻ സാബിയല്ല, ഞാൻ മുസ്ലിമായി. ഇനി എൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു തരി ഭക്ഷണം ഇങ്ങോട്ടേക്ക് വരികയില്ല. അവരുടെ മക്കാരുടെ കാര്യമായ ഒരു ഭക്ഷണ പദാർത്ഥം സുമാമത്തിന്റെ നാട്ടിൽ നിന്നാണ് അവർ വിലക്ക് വാങ്ങിയിരുന്നത്. വെറുതെ കൊടുത്തല്ല, വിലക്ക് വാങ്ങിയിരുന്നത്. പക്ഷെ സുമാമ പറഞ്ഞു, ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതല്ലേ, അതിനൊരു തരി നിങ്ങൾക്ക് ഞാൻ തരികയില്ല. സുമാമ തിരിച്ചുപോയി. മക്കാർ പട്ടിണിയിലായി പ്രയാസത്തിലായിപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭ്യർത്ഥിക്കുകയാണ്, നമ്മൾ കുടുംബക്കാരല്ലേ, നിങ്ങളുടെ ആളുകൾ പട്ടിണിയിലാണ്, നിങ്ങളുടെ സുമാമയോട് പറയണം ഞങ്ങൾക്ക് തിരിച്ചു തരാൻ. ഈ ഹദീസ് മസ്ജിദുൽ ഹറാമിൽ അവിടെ പഠിപ്പിക്കുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ അജ്ലാൻ ഹഫളഹുല്ലാ, വളരെ പ്രായമേറിയ ഒരു ഷെയ്ഖാണ്. അദ്ദേഹത്തിൻ്റെ ദർസിൽ നമ്മളിരുന്നപ്പോൾ അദ്ദേഹം ഈ ഹദീസ് പറയുകയുണ്ടായി. ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞു, വകാന വസ്സാലൽ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വാസിലുർ റഹീം എന്നല്ല, വകാന വസ്സാലൽ റഹീം. അവിടെ പറഞ്ഞു, സുമാമത്തിനോട് കൊടുത്തേക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പം നോക്കൂ, ചില സമയത്ത് അവരുടെ കുടുംബബന്ധം ചോദിക്കുന്നത് എന്നതുപോലെ അങ്ങനെ ഗോത്രമഹിമ ഉണ്ടായിരുന്ന ആളുകളെയും അതില്ലാത്ത ആളുകളെയും ഒരുപോലെയല്ല അവർ കൈകാര്യം ചെയ്തത്. നോക്കൂ, ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ദ്രോഹിക്കുകയുണ്ടായി ഖുറൈശികൾ. എന്നാൽ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലെ ദ്രോഹിച്ചോ? ഇല്ല. അബൂബക്കർ ഖുറൈശിയാണ്, അബൂബക്കർ അവിടുത്തെ പ്രമുഖനാണ്. അപ്പൊ എല്ലാവരെയും അവർ ഒരുപോലെയല്ല കൈകാര്യം ചെയ്യുക. അത് എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കുമല്ലോ. ദുർബലരെയും അതുപോലെ ഷരീഫുകളായ ആളുകളെയും അവരുടെ ശത്രുക്കൾ ഒരുപോലെയല്ല ചെയ്യുക. ദുർബലരെ അവർ ചവിട്ടിത്തേക്കാൻ ശ്രമിക്കും. എന്നാൽ ഷറഫും നസബും ഒക്കെയുള്ള ആളുകളെ അവർ പൊതുവെ പരിഗണിക്കും.
അള്ളാഹുവിൻ്റെ നബിമാർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജനങ്ങൾ പറഞ്ഞെന്താ, വലൗല റഹ്തുക ലറജംനാക്, താങ്കളുടെ കുടുംബം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ചു ചോദിച്ചു, അറഹത്തി അഅസ്സു അലൈക്കും മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ നിങ്ങൾക്ക് വലുത് എൻ്റെ കുടുംബമാണോ? അള്ളാഹിനെ പേടിച്ചിട്ട് ഇന്നെ എറിഞ്ഞു കൊല്ലില്ല എന്നല്ല, എൻ്റെ കുടുംബം ഇതൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ചെയ്താന്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവരെ ലൂത്ത് നബിയെ കൊല്ലാൻ വേണ്ടി 9 പേർ അവർ തീരുമാനിച്ചിരുന്നു. അവർ ഒളിച്ചിരുന്ന ഒരു സ്ഥലത്ത്, തിസ്അതു റഹ്തിൻ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അന്നംലിൽ പറഞ്ഞതുപോലെ. എന്നിട്ട് അവർ തീരുമാനിച്ചെന്താ, നമുക്ക് ഒളിഞ്ഞു നിന്ന് ലൂത്തിനെ കൊല്ലാം. ലൂത്തിന്റെ കുടുംബക്കാർ വന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല എന്ന് പറയാം. അപ്പൊ ആ കുടുംബം അവർ പരസ്യമായിട്ട് കൊല്ലാൻ അവർക്ക് ധൈര്യമില്ല. അള്ളാഹുവിന്റെ നബിമാർ സമൂഹത്തിലെ വലിയ തറവാട്ടിലാണ് പൊതുവെ വരിക. എന്നതുപോലെ ഹാത്തിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖുറൈശിയല്ല. അപ്പോ അഥവാ മക്കയിൽ ചെന്ന് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ ഖുറൈശികളായ ബാക്കി സഹാബിമാരുടെ മക്കളെയും സമ്പത്തിനൊക്കെ അവർ ഒന്ന് പരിഗണിക്കും. എന്നാൽ ഞാനങ്ങനെയല്ല, എനിക്ക് നമ്മൾ പരാജയപ്പെട്ട എൻ്റെ കുട്ടികളെയും സമ്പത്ത് അവർ ചിലപ്പോൾ ബാക്കി വെച്ചേക്കുകയില്ല എന്ന് ഹാത്തിബ് റളിയല്ലാഹു അൻഹു പേടിച്ചു. അതുകൊണ്ട് ഈ കത്തയച്ചു. എന്തിനു വേണ്ടിയാൽ ലിയത്തഖിദ ബിദാലിക ഇൻദഹും യദാ, അവർക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാകാൻ വേണ്ടി. അത് ഇങ്ങനെ ചെയ്താണ്, അപ്പൊ ഒന്ന് പരിഗണിക്കാൻ വേണ്ടി, അതിനുവേണ്ടി ചെയ്തു പോയി. റളിയല്ലാഹു അൻഹു. فأطلع الله تعالى على رسول الله صلى الله عليه وسلم استجابة لدعائه. ഇബ്നു കസീർ പറയുന്നു, അള്ളാഹു അക്കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തു, ഈ കത്തയച്ച കാര്യം. കാരണം ചില ചരിത്രങ്ങളിൽ, ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം മക്കയിലേക്ക് യുദ്ധത്തിന് പോകുന്നത് അള്ളാഹുവെ നീ അവരിൽ നിന്ന് മൂടി വെക്കണേ എന്ന് ദുആ ചെയ്തതായി ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിന്റെ സനദിനെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയില്ല. വല്ലാഹു തആല അലം. ഫബഅസ ഫീ അസരിൽ മർഅതി ഫഅഖദൽ കിതാബ മിൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അള്ളാഹു അറിയിച്ചു കൊടുത്തനുസരിച്ച് ഈ സ്ത്രീയുടെ പിന്നാലെ സഹാബിമാരെ അയച്ചു. അവർ ആ സ്ത്രീയിൽ നിന്ന് കിതാബ് പുറത്തെടുത്തു. وهذا بين في هذا الحديث المتفق على صحته. ഇനി വായിക്കാൻ പോകുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസിൽ ഈ വിഷയം വിശദമായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കഥ, ഈ കഥയാണ്, ഈ സംഭവമാണ് ഈ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഭീകര കക്ഷികളായ IS പോലെയുള്ള കക്ഷികൾക്കെതിരിൽ അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ വലിയൊരു തെളിവാണ് ഈ ആയത്ത്. വലിയ തെളിവുകൾ ഹാത്തിബിന്റെ ഈ വിഷയത്തിലുണ്ട്. കാരണം ഹാത്തിബ് ചെയ്തെന്താ, വ്യക്തമായി മുസ്ലിമീങ്ങൾക്കെതിരിൽ കുഫാറുകളെ സഹായിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം കാഫിറായി പോയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. നോക്ക്, ആ രാജ്യങ്ങൾ ആരുമായിട്ടാണ് സഖ്യം? അമേരിക്കയായിട്ടാണ് സഖ്യം, മറ്റവരായിട്ടാണ്, എല്ലാം കാഫറാണ്. മുർത്തദ് സൗദി, മുർത്തദ് UAE എന്നൊക്കെ ഇവരുടെ കാഫർ മുർത്തദ് എന്നുള്ള വാക്ക് ഇവർക്ക് വളരെ എളുപ്പമുള്ള വാക്കാണ്. ഇവരുടെ ചുണ്ടുകളിൽ സദാ തത്തിക്കളിക്കുന്ന വാക്കാണ്. അതിൽ കുറഞ്ഞ പരിപാടി ഒന്നുമില്ല. തൊട്ടയിൽ പിടിച്ചനൊക്കെ കാഫറാക്കി കളി. കാരണം എന്നാലേ ഇവരുടെ ഈ തീവ്രമായ അതിരുവിട്ട പ്രവർത്തികൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ വാക്കുകൾ വളരെ അപകടം പിടിച്ചതാണ്, വളരെ അപകടം പിടിച്ച വാക്കുകളാണ്. ചോര ചിന്താൻ അവർക്കുള്ള പ്രചോദനം ഇതുപോലുള്ളവരുടെ ചിന്തകളാണ്. നമ്മൾ വളരെ സൂക്ഷിക്കണം അതുപോലുള്ള വാക്കുകൾ. ആളുകളെ വിഷയം പറയുമ്പോൾ അത് ബിദ്അത്താണ്, ഇത് കുഫ്റാൻ, ഇത് ശിർക്കാൻ എന്ന് പറയുന്നത് പോലെയല്ല ഒരാളെ പേരെടുത്തിട്ട് കാഫിർ, മുശ്രിക്, മുബ്തദിഅ എന്നൊക്കെ പറയാന്നല്ല. അതിനൊക്കെ ഒരുപാട് പടികളുണ്ട്, അതിനൊക്കെ ഒരുപാട് മുന്നൊരുക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഷർറാകട്ടെ പലതും വരാനും ഉണ്ടാവും, ഷർറ് പലതും വരാനും ഉണ്ടാകും. ആ ഹദീസ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തത് ഞാൻ വായിക്കാം. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ഇങ്ങനെയാണ്: അൻ അലിയിൻ റളിയല്ലാഹു അൻഹു. ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി ആരാണ്? അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അയച്ചു. അബാ മർസദിൻ വസുബൈർ ഇബ്നുൽ അവ്വാം, എന്നെയും അബൂ മർസദിനെയും സുബൈറിനെയും, ബാക്കി വേറെയും 2 സഹാബിയാണ്, ഞങ്ങൾ 3 പേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. എവിടെയാണ് അയച്ചത്? വകുല്ലുന ഫാരിസ്, ഞങ്ങൾ 3 പേരും കുതിരപ്പുറത്തായിരുന്നു. ഇത് മുസ്ലിമീങ്ങൾക്ക് വലിയ ശക്തിയും
സൗകര്യവും സ്വാധീനമൊക്കെ കിട്ടിയ ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഫത്ഹ് മക്കക്കാണ് പോകുന്നത്. മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അവർ. ദുർബലരായി, അതുപോലെ അടിച്ചമർത്തപ്പെട്ടവരായി ചെല്ലുന്ന എന്തിനാണ്? അതേ മക്ക കീഴടക്കാനാണ്. അപ്പൊ മുസ്ലിമീങ്ങൾ ഇജ്ജത്തിലുള്ള ഒരു സമയമാണിത് എന്നത് മറക്കരുത്. അങ്ങനെ കുതിര പുറത്തായിരുന്നു ഞങ്ങൾ 3 പേരും. വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഇൻതലിഖൂ, നിങ്ങൾ പോവുക, ഹത്താ തഅതു റൗദത ഖാഖിൻ. റൗദതു ഖാഖ് എന്നു പേരുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. മദീനയിൽ നിന്ന് ഏതാനും ദൂരം സഞ്ചരിച്ചാൽ റൗദ ഖാഖ് എന്ന സ്ഥലത്തെത്തും. ഫഇന്ന ബിഹാ ഇംറഅതൻ മിനൽ മുശ്രിക്കീൻ. അവിടെ എത്തിയാൽ അവിടെ ഒരു പെണ്ണുണ്ടാവും. മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കായ ഒരു സ്ത്രീ. മഅഹാ കിതാബുൻ, അവളുടെ കയ്യിൽ ഒരു എഴുത്തുണ്ട്. മിൻ ഹാതിബ് ഇബ്നു അബീ ബൽതഅത ഇലൽ മുശ്രിക്കീൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അറിയിച്ചു കൊടുത്തതാണ്. മുശ്രിക്കുകൾക്ക് ഹാതിബ് എഴുതിയൊരു കത്ത് ആ പെണ്ണിന്റെ കയ്യിലുണ്ടാവും, അത് വാങ്ങിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലിയെയും അബൂ മർസദിനെയും സുബൈർ ബിൻ അവ്വാമിനെയും പറഞ്ഞു. അള്ളാഹു അറിയിച്ചു കൊടുത്ത അദൃശ്യ കാര്യങ്ങൾ മാത്രമേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയുള്ളൂ. എല്ലാം അറിയൂല, എല്ലാം അറിയുകയില്ല. മസ്ജിദ് അടിച്ചു വരുന്ന ഒരു സ്ത്രീ വഫാത്തായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല. ശത്രുക്കളുടെ ആയുധങ്ങൾ റസൂലുള്ളാഹിക്ക് തട്ടിയിട്ടുണ്ട്, അവിടുത്തെ പല്ല് പൊട്ടിയിട്ടുണ്ട്, അവിടുത്തെ മുഖത്തൂടെ രക്തമൊഴുകിയിട്ടുണ്ട്. ഗൈബ് അറിയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കോ? ഇല്ല. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനി യസൂ. അല്ലാഹു പറഞ്ഞില്ല, ഓ നബിയെ പറയുക, വലൗ കുന്തു അഅലമുൽ ഗൈബ്, എനിക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്ക് ഖൈർ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് കൂടുതലായി ഉണ്ടാകും. വമാ മസ്സനി യസൂ, ഒരു പ്രയാസം എനിക്ക് ബാധിക്കുമായിരുന്നില്ല. ഉറപ്പല്ലേ? നേരത്തെ അറിയാം അവിടെ പോയാൽ ഇന്ന് സംഭവിക്കും, അങ്ങോട്ട് പോയാൽ ഇന്ന് അപകടം ഉണ്ടാവുന്നുണ്ട്, അങ്ങോട്ട് പോകില്ല. അപ്പോ അള്ളാഹുവിന്റെ നബിമാർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി എന്ന് തന്നെ ഏറ്റവും വലിയ തെളിവാണെന്ത്? ഗൈബ് അറിയുകയില്ല, ഗൈബ് അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ല അല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. നബിമാർക്ക് അറിയുക അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബുകൾ മാത്രം. എന്നാൽ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർ പറയുന്നതാകട്ടെ, നബിമാർക്ക് മാത്രമോ ആർക്കാ ഗൈബ് അറിയാത്തത്? ഇവരുടെ ലോക്കൽ ശേഖുമാർക്ക് വരെ ഗൈബ് അറിയാം, പറഞ്ഞുതരും. പോയി കഴിഞ്ഞാൽ ഗൈബ് അറിയാം. അതിനുവേണ്ടി എന്താണ് ഓഫീസുകൾ തുറന്നിരിക്കുന്ന ആളുകളുണ്ട് ഗൈബ് പറഞ്ഞു കൊടുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഇത്തരം ജ്യോത്സ്യന്റെയോ ഭാവി അറിയാമെന്ന് വാദിക്കുന്നവന്റെയോ അടുത്തേക്ക് ചെല്ലുകയും എന്നിട്ട് അവൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവൻ കാഫിറായിരിക്കുന്നു. നഊദു ബില്ലാഹ്. അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. എത്ര സ്ത്രീകളും വിവരമില്ലാത്ത ആളുകളുണ്ട് ഇതുപോലത്തെ തങ്ങന്മാരുടെ അടുത്തേക്കും ജ്യോത്സ്യന്മാരുടെ അടുത്തേക്കും പോകുന്നവർ, ഇതറിയാൻ വേണ്ടി. കൈനോട്ടക്കാർക്ക് കൈ നീട്ടി കൊടുക്കുന്നവർ, പലതും ചെയ്യുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. സല്ലല്ലാഹു ആഫിയ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തതുകൊണ്ട് ഇതറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെല്ലൂ, ഹാത്തിബ് കൊടുത്തയച്ച കത്തുമായി ഒരു പെണ്ണ് ഇന്ന സ്ഥലത്തുണ്ടാവും. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅദ്റക്നാഹാ തസീറു അലാ ബഈരിൻ ലഹാ ഹൈസു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ചെല്ലുമ്പോൾ റസൂലുള്ള പറഞ്ഞ അതേ സ്ഥലത്ത് ഒട്ടകപ്പുറത്ത് ഈ പെണ്ണ് പോകുന്നു. ഫഖുൽനാ, ഞങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, അൽ കിതാബ്, ആ എഴുത്തിങ്ങെടുക്ക് എന്ന് പറഞ്ഞു. ഫഖാലത്ത്, അപ്പ സ്ത്രീ പറഞ്ഞു, മാ മഈ കിതാബ്, എന്റെ എഴുത്തൊന്നുമില്ല. ഫഅനഖ്നാഹ, നമ്മൾ അവളെ താഴെ ഇറക്കി. ഫൽതമസ്ന ഫലം നറ കിതാബ, ഞങ്ങൾ അവളുടെ ഭാണ്ഡവും ഇതൊക്കെ പരിശോധിച്ചു, ഞങ്ങൾക്ക് കിതാബൊന്നും കിട്ടിയില്ല. ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, മാ കദബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ലതുഖ്രിജന്നൽ കിതാബ് ഔ ലനുജർരിദന്നക, വേഗം കിതാബും കിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ വസ്ത്രയിച്ച് പരിശോധിക്കും എന്ന് പറഞ്ഞു. വസ്ത്രയിക്കും എന്ന് പറഞ്ഞു. ആ പെണ്ണിനെ പേടിപ്പിച്ചതാണ്, ആ സ്ത്രീയെ ഭയപ്പെടുത്തിയ തരാൻ വേണ്ടി. ഫലം മറഅത്തിൽ ജിദ്ദ, നടക്കൂലെന്ന് കണ്ടപ്പോൾ, അവരുടെ ദൃഢനിശ്ചയം കണ്ടപ്പോൾ ആ പെണ്ണ് അഹ്വത് ഇലാ ഹുജ്സതിഹാ വഹിയ മുഹ്തജിസത്തുൻ ബികിസാഇൻ ഫഅഖ്റജത്ഹു, മുടി നന്നായി ചുരുട്ടി കെട്ടിയിരുന്നു, മുടിയുടെ ഉള്ളിൽ നിന്ന് എടുത്തു കൊടുത്തു, കത്ത് എഴുത്തെടുത്തു കൊടുത്തു. ഫന്തലഖ്നാ ബിഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞങ്ങൾ ആ കത്തുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെന്നു. ഫഖാല ഉമർ, അവിടെ ആരുണ്ട്? ഉമറുണ്ട്. ഉമർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഖദ് ഖാന അല്ലാഹ വറസൂലഹു വൽ മുഅ്മിനീൻ ഫദഅനി ഫൽഅദ്രിബ് ഉനുഖഹ. ഇതാ ഹാത്തിബ് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും മുഅ്മിനുകളെയും വഞ്ചിച്ചിരിക്കുന്നു, എന്നെ വിടൂ, ഞാൻ കഴുത്തു കെട്ടട്ടെ. കാരണം ഇത് ഈ പ്രവൃത്തി ലാഹിറൻ, വ്യക്തമായ കുഫ്റാണിത്. ലാഹിറൻ വ്യക്തം. ആർക്കെതിരെയാണ് ഈ എഴുത്ത്? നോക്ക്, നിങ്ങളാ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ റസൂലിന് മുഅ്മിനുകൾക്കെതിരെയാണ്. എന്നിട്ട് എന്താണ് നടന്നത് നോക്കൂ നിങ്ങൾ. അതാണ് പറയുന്നത്, എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ചാടിപ്പുറപ്പെടുക എന്നതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് യോജിച്ച പ്രവൃത്തിയല്ല. കുഫറിന്റെയും ഇർത്തിദാദിന്റെയും വാക്കുകൾ മുസ്ലിമീങ്ങൾക്കും അവരിലെ ഭരണാധികാരികൾക്കും അവരിലെ ഉലമാക്കൾക്കൊക്കെ ചാർത്തി കൊടുക്കുക എന്നത് വളരെ മോശമായ പ്രവൃത്തിയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്ക് അള്ളാഹുവിന്റെ റസൂൽ എത്ര മുഹലോടെയാണ്, എത്ര സാവധാനമാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹമലക അലാ മാ സനഅത്, ഓ ഹാത്തിബ്, എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? ഖാല ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവിന്റെ റസൂലേ, മാ ബി ഇല്ലാ അൻ അകൂന മുഅ്മിനൻ ബില്ലാഹി വറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ മുഅ്മിനാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മുഅ്മിൻ മാത്രമാണ്, അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നു. മറ്റു ചില റിവായത്തുകളിൽ ഇങ്ങനെ കാണാം, ഹാത്തിബ് പറഞ്ഞ വാക്കിങ്ങനെയാണ്, വമാ ഫഅൽതു ദാലിക കുഫ്റൻ വലാ ഇർതിദാദൻ അൻ ദീനി വലാ റിദൻ ബിൽ കുഫ്രി ബഅദൽ ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂലെ, ഞാനിത് കുഫറായി ചെയ്തതല്ല, ഞാൻ കാഫറായതുകൊണ്ട് ചെയ്തതല്ല, ഞാൻ ഇർതിദാദ്, ഞാൻ മുർത്തദായിട്ട് ചെയ്തതല്ല, ഞാൻ കുഫർ തൃപ്തിപ്പെട്ട് ചെയ്തതുമല്ല, ഇസ്ലാം പോരാതെയായി എനിക്ക് കുഫറാണ് നല്ലതെന്ന് തോന്നിയിട്ട് ചെയ്തതല്ല, മറിച്ച് ഞാൻ എന്തിനു ചെയ്തതാണ്? അറത്തു അൻ തകൂന ലി ഇൻദൽ ഖൗമി യദുൻ, എനിക്ക് അവരുടെ അരികിൽ ഒരു സ്വാധീനം ഉണ്ടാകാൻ വേണ്ടിയാണ്. യദ്ഫഉല്ലാഹു ബിഹാ അൻ അഹ്ലി വമാലി, അള്ളാഹു അതിലൂടെ എന്റെ കുടുംബത്തെയും എന്റെ സമ്പത്തിനെയും സംരക്ഷിക്കാൻ വേണ്ടി. വലൈസ അഹദുൻ മിൻ അസ്ഹാബിക ഇല്ലാ ലഹു ഹുനാക മിൻ അശ്റതിഹി മൻ യദ്ഫഉല്ലാഹു ബിഹി അൻ അഹ്ലിഹി വമാലി. നിങ്ങളുടെ ബാക്കി സഹാബിമാർക്കൊക്കെ അവിടെ കുടുംബക്കാരുണ്ട്, അള്ളാഹു അത് മുഖേന അവരെ കാത്തേക്കും, രക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഇതിനാണ് ചെയ്തത്. അള്ളാഹു ഇതിനാണ് ആയത്തിറക്കിയത്. ചെയ്തത് തെറ്റാണ്, പക്ഷേ ഹാത്തിബ് കാഫറായോ? ആയിട്ടില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, സദഖ്, സത്യമാണ് ഹാത്തിബ് പറഞ്ഞു. ലാ തഖൂലു ലഹു ഇല്ലാ ഖൈറാ, നിങ്ങൾ നന്മ അല്ലാതെ ഹാത്തിബിനോട് പറയരുത്, ഹാത്തിബിനോട് ഖൈറല്ലാതെ പറയരുത്. ഫഖാല ഉമർ വീണ്ടും പറഞ്ഞു, ഇന്നഹു ഖദ് ഖാന അല്ലാഹു വറസൂലഹു വൽ മുഅ്മിനീൻ ഫദഅനി ഫൽഅദ്രിബ് ഉനുഖഹ. ഇയാൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മുഅ്മിനുകളെയും വഞ്ചിച്ചിരിക്കുന്നു, എന്നെ വിടൂ, ഞാൻ ഇയാളുടെ കഴുത്തു വെട്ടട്ടെ. ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഇവിടെയാണ് റസൂലുള്ള പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസ്, ഈ ഭാഗം പലരും കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ മിൻ അഹ്ലി ബദർ, ബദറിൽ പങ്കെടുത്ത ആളല്ലേ, ബദറിൽ പങ്കെടുത്ത ആളല്ലേ. ഫഖാൽ, എന്നിട്ട് നബി പറഞ്ഞു, ലഅല്ലല്ലാഹ ഖദ് ഇത്തലഅ ഇലാ അഹ്ലി ബദറിൻ, അല്ലാഹു ബദറിൽ പങ്കെടുത്ത ആളുകളെ നോക്കി പറഞ്ഞിരിക്കുന്നു, യഅമലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ. ഫഖദ് വജബത് ലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. ഔ ഗഫർതു ലക്കും, എന്ന് അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫദമഅത് ഐനാ ഉമർ, അപ്പോൾ ഉമറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വഖാല അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവും അവന്റെ റസൂലിനുമാണ് നന്നായി അറിയുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ കുഫറായിരുന്നുവെങ്കിൽ, ഹാത്തിബ് ചെയ്ത് കുഫറാണെങ്കിൽ ബദറിൽ പങ്കെടുത്ത സഹാബി ആണെങ്കിലും ശരി കാഫിറാവും. മറിച്ച് അത് കുഫറല്ല, കുഫറോ ശിർക്കോ അല്ല. കാരണം ഹാത്തിബ് കുഫറിനെ ഇഷ്ടപ്പെട്ട് ചെയ്തതല്ല, ഇങ്ങനെ ഒരു ദുനിയാവിന്റെ താല്പര്യത്തിന് വേണ്ടി ചെയ്തതാണ്. അത് തെറ്റാണ്, അത് ഹറാമാണ്. പക്ഷെ ഹാത്തിബിന്റെ മുൻകഴിഞ്ഞ നന്മ കൊണ്ട് അള്ളാഹു അത് പുറത്തുകൊടുത്തിരിക്കുന്നു. എല്ലാവരുടെ തിന്മയും ഒരുപോലെയല്ല. എപ്പോഴും തിന്മ ചെയ്യുന്നവന്റെ തിന്മയും ഒരുപാട് നന്മകൾ ചെയ്തവന് ഒരിക്കൽ പറ്റിപ്പോകുന്ന തിന്മ ഒരുപോലെയാണോ? ബുദ്ധിയുള്ള ആരെങ്കിലും പറയോ അത് രണ്ടും ഒരുപോലെയാണ്? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. നോക്കൂ നിങ്ങൾ, ഒരു സഹാബിക്ക് പറ്റിയ ഈ വലിയ തെറ്റ് അത് അള്ളാഹുവിങ്കൽ അള്ളാഹു അത് പുറത്തു കൊടുത്തു മുൻ നന്മയുടെ കാരണത്താൽ. ഇതുപോലെയാണ് പിന്നീട് സഹാബിമാർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ ഏതേതും. മനസ്സിലായില്ലേ?
അവർ മനുഷ്യരാണ്. മനുഷ്യരെന്ന നിലക്കുള്ള അവർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, പലതും കള്ളക്കഥയാണ്. ഷിയാക്കൾ കടത്തിക്കൂട്ടിയ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ മറ്റു പല സഹാബിമാരെയും കുറിച്ചുള്ള കള്ളക്കഥകൾ ഒന്ന് ശരിയാണോ ഇല്ലെന്ന് വേറെ നോക്കേണ്ടതുണ്ട്. രണ്ട്, അവരുടെ ഇജ്തിഹാദ്, അവർ ശരിയാണെന്ന് മനസ്സിലാക്കിയതാണ് അവർ ചെയ്തത്. ഇജ്തിഹാദ് നടത്തിയാൽ ഇജ്തിഹാദിന് യോഗ്യതയുള്ളവൻ, ഇജ്തിഹാദ് എന്നാൽ ദീനിൽ ഗവേഷണം നടത്തുക, അതിന് യോഗ്യതയുള്ളവൻ അത് ചെയ്താൽ, വലിയ ആലിം അത് ചെയ്താൽ, തെറ്റിപ്പോയാൽ ഒരു പ്രതിഫലം, ഇജ്തിഹാദ് ചെയ്തതിന് ശരിയായാൽ 2 പ്രതിഫലം. അപ്പൊ സഹാബിമാർക്കിടയിൽ ഉണ്ടായത് ഒന്നുകിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്. ഒന്നുകിൽ ഇജ്തിഹാദ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മുൻകഴിഞ്ഞ നന്മകൾ കൊണ്ട് അവർക്കത് മായ്ക്കപ്പെടും. കാരണം അവരുടെ നന്മകൾ അത്രയും വലുതാണ്, നന്മകളുടെ ബഹർ അവർക്കുണ്ട്. അവിടെ ഇതൊന്നും സ്വാധീനം ചെലുത്തുകയില്ല. വെള്ളം, നമ്മൾ ഉദാഹരണം പലവട്ടം പറഞ്ഞിട്ടില്ലേ, 2 കൊല്ലത്തായി കഴിഞ്ഞാൽ വെള്ളത്തിൽ പിന്നെ നജസുകൾ ഏശുകയില്ല, ചെറിയ നജസൊന്നും ഏശുകയില്ല എന്നതുപോലെയാണ് അവരുടെ കാര്യം. അപ്പൊ സഹാബത്തിനിടയിലുണ്ടായ ചില കഥകളൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് അവരുടെ നന്മ ഒന്നാകെ പൊളിച്ചു കളയുന്ന വർത്താനങ്ങൾ ആളുകൾ പറയും. അതൊരിക്കലും ശരിയല്ല. അതുകൊണ്ട് അവരുടെ നന്മകൾ പൊളിഞ്ഞു പോവുകയില്ല. അങ്ങനെയുള്ള കഥകൾ. അപ്പോൾ സഹാബികൾ മലക്കുകളാണ് നമ്മൾ ആരെയും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. മാനസികമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രയാസങ്ങൾ ആർക്കിടയിലാണ് ഉണ്ടാകാത്ത? നിങ്ങൾ കേട്ടിട്ടില്ല അബൂബക്കറും ഉമറും തമ്മിൽ ദേഷ്യത്തിലായ കഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. അബൂബക്കറും ഉമറും, എന്താണ് സംഭവം? അബൂബക്കർ ഉമറിനോട് ഉമറിന് ഇഷ്ടമില്ലാത്ത വാക്ക് പറഞ്ഞു. ഉമറിന് ദേഷ്യം പിടിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നാലെ നടന്നു. ഉമർ മാപ്പ് കൊടുക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ വിവരത്തി. റസൂലുള്ളാഹിന്റെ മുഖം ചുവന്നു, അടുത്തേക്ക് ദേഷ്യം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അൻതും താരിഖു ലീ സാഹിബി, എനിക്ക് എൻ്റെ കൂട്ടുകാരൻ നിങ്ങൾ വിട്ടുതരുന്നുണ്ടോ? എൻ്റെ കൂട്ടുകാരൻ നിങ്ങൾ എനിക്ക് വിട്ടുതരുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ ഫഖുൽതും കദബ്ത് വഖാല അബൂബക്കറിൻ സദഖ്ത്. ഞങ്ങളോട് എല്ലാവരോടും വന്ന് അള്ളാഹ് പറഞ്ഞതുപോലെ ഞങ്ങളിലേക്ക് മുഴുവനുമുള്ള അള്ളാഹിന്റെ റസൂലാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു ഞാൻ പറഞ്ഞ കളവാണ്. അബൂബക്കർ പറഞ്ഞു ഞാൻ പറഞ്ഞ സത്യമാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ ആരും വിശ്വസിക്കാത്ത കാലത്ത് വിശ്വസിച്ച ആളാണ് ആര്? അബൂബക്കർ സിദ്ദീഖ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ പോട്ടെ, ഞാനാണ് തെറ്റിയത്. ആരോട്? ഉമറിനോട് ഞാനാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് പറഞ്ഞത്. എന്താ? അബൂബക്കറിന്റെ നന്മ അത്രയും വലുതാണ്. അപ്പൊ നോക്കൂ, അവർ തമ്മിലുണ്ടായ പ്രയാസം മാനസികമായ പ്രയാസമാണ്, ബുദ്ധിമുട്ടുകളാണ് സഹോദരൻ. അത് ആര് തമ്മിലാണ് ഇല്ലാത്തത്? ഒരു മനുഷ്യരല്ലേ, ഒരു മലക്കുകളല്ലല്ലോ. പക്ഷേ ഏറ്റവും ഉന്നതരായ മനുഷ്യരാണ്. അള്ളാഹു അവന്റെ റസൂലിന്റെ സഹാബികളായി തെരഞ്ഞെടുത്ത മനുഷ്യരാണ്. അള്ളാഹുവാണ് അവരെ തെരഞ്ഞെടുത്തത്. ഏറ്റവും നല്ല ഹൃദയങ്ങൾ അവരുടേതാണ്. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു എന്ന 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള തഅദീൽ ആണ് അവർക്കുള്ളത്. ഒരു ഹദീസിന്റെ റിപ്പോർട്ടറെ, അത് ഹദീസ് നമുക്ക് നിവേദനം ചെയ്തു തന്ന ആളുകളെ ജർഹും തഅദീലും ചെയ്യും. പണ്ഡിതന്മാരുടെ, അവരുടെ കാലത്തോ ശേഷം ജീവിച്ച ആളുകളുടെ ജർഹും തഅദീലും അവർക്ക് ബാധകമാണ്. സത്യസന്ധരാണോ, ആണ് കളവ് പറയുന്ന ആളാണോ എന്നിങ്ങനെയുള്ള ജർഹും തഅദീലും അത് ബാധകമാണ് ഹദീസിന്റെ റിപ്പോർട്ടർമാർക്ക്, താബിഈകൾക്ക് വരെ. സാബികൾക്ക് ബാധകമല്ല, താബികൾ വരെ മാത്രം. മുകളിലേക്ക് കയറിയാൽ പിന്നെ അത് ബാധകമാണ്. കാരണം അവരുടെ തഅദീൽ അള്ളാഹു ചെയ്തിരിക്കുന്നു. റളിയല്ലാഹു അൻഹും വറദു അൻഹു. അതുകൊണ്ട് അഹ്ലു സുന്ന വിശ്വസിക്കുന്ന സഹാബത്തു കുല്ലുഹും അദൂലുൻ, സഹാബത്ത് മുഴുവൻ നീതിമാന്മാരാണ്. ഹുബ്ബുഹും ദീനുൻ വബുഗ്ദുഹും കുഫ്റുൻ വനിഫാഖുൻ. ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ അവരെ സ്നേഹിക്കൽ ദീനാണ്, അവരെ വെറുക്കൽ കുഫ്റും നിഫാഖുമാണ്. അല്ലാഹുവാണ് അവരെ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത്. വഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ നോക്ക്, നമുക്ക് ഇബാദത്താണ് നമ്മുടെ ഇബാദത്ത്, അവരോടുള്ള സ്നേഹം. സഹാബികൾ, മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ അബൂബക്കറിനോടും ഉമറിനോടുമുള്ള സ്നേഹം പഠിപ്പിക്കുമായിരുന്നു. അവരുടെ ഹുബ്ബ് ദീനാണ്, ഇബാദത്ത്, അള്ളാഹുള്ള ഇബാദത്താണ്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ബിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫളഹുല്ലാഹ്, മദീനയിൽ ജീവിക്കുന്ന മഹാനായ ആലിമാണ്. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ അള്ളാഹുവെങ്കിൽ എനിക്ക് പ്രതീക്ഷയുള്ള ഒരു അമൽ ഞാൻ സഹാബത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നു എന്നതാണ്.
ചില സഹാബികളൊക്കെ അങ്ങനെ പറയാറുണ്ട്, എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുള്ള ഒരു അമൽ അള്ളാഹ് സ്വീകരിക്കും എന്ന് പ്രതീക്ഷയുള്ള ഒരു അമൽ അങ്ങനെ പറയാറുണ്ട്. ശേഖ് പറയാറുണ്ട്, എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുള്ള അമൽ സഹാബത്തിനോടുള്ള ഹുബ്ബാണ്. അപ്പോ അങ്ങനെയുള്ളവരാണ് സഹാബ റളിയല്ലാഹു അൻഹും വറദു അൻ. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവരുടെ നന്മകൾ കാരണത്താൽ ബദറിൽ പങ്കെടുക്കുക എന്നത് വലിയ നന്മയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അവർക്ക് പുറത്തു കൊടുത്തിട്ടുള്ളത്. ഈ സംഭവം ആണ് ഈ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം. ഈ ആയത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു. ഈ സംഭവവും പശ്ചാത്തലവും നമ്മൾ മനസ്സിലാക്കുക. ഈ സംഭവവും പശ്ചാത്തലവും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ ഒരാൾ ലാഹിറൻ ചില കുഫറിന്റെ പ്രവർത്തികൾ, ഉദാഹരണത്തിന് മുസ്ലിമീങ്ങൾക്കെതിരിൽ അവരല്ലാത്തവരോട് കൂട്ടുചേരുക, ഇത് കുഫറാണ്. അപ്പോൾ അത് പക്ഷേ എല്ലായ്പ്പോഴും ഇസ്ലാം നിന്ന് പുറത്തു വന്ന കുഫറല്ല. അവരുടെ ദീൻ തൃപ്തിപ്പെട്ടിട്ടാണെങ്കിൽ മാത്രമേ ഇസ്ലാം നിന്ന് പുറത്തുള്ളൂ, അല്ലെങ്കിൽ അത് തെറ്റാണ്, പക്ഷേ കാഫറായി പോവുകയില്ല. ഇത് അതിനുള്ള വളരെ വലിയ മഹത്തായ തെളിവാണ് ഈ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അപ്പൊ നോക്ക്, ഖവാരിജികളെ എത്ര വലിയ വാദങ്ങളാണ് ഇതുകൊണ്ട് പൊളിഞ്ഞുപോയത്. എത്ര അവരുടെ ദുർന്യായങ്ങളും അവർ ചെറുപ്പക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുന്ന വൃത്തികെട്ട ന്യായങ്ങളുമാണ്, വൃത്തികെട്ട വാർത്തകളും കള്ളക്കഥകളുമാണ് ഇത് മുഖേന പൊളിഞ്ഞുപോയത്. നോക്കൂ, അവര് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു, എന്നിട്ട് ആരെയാണ് സഹായിക്കുന്നത്, ആരുടെ കൂടെയാണ് കൂട്ട്, ആരൊക്കെ ആയിട്ടാണ് അവരുടെ സഖ്യരാജ്യങ്ങൾ ആരൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ഇപ്പം പോയി ചോദിച്ചിട്ടുണ്ടോ അവരോട്, നിങ്ങൾ എന്തിനാ അവരായിട്ട് കൂട്ടുകൂടിയത്? പല കാരണങ്ങളുണ്ടാവും. ചിലത് തെറ്റുകൂടി ആയിരിക്കുകയില്ല, ചിലത് ഹറാമാണ്, ചിലത് ഹറാമ് കൂടി ആയിരിക്കില്ല. ഇപ്പൊ ഒരു നാട്ടിൽ ഒരു കള്ളൻ മുസ്ലിം പേരിലൊരുത്തനാണ്. അപ്പൊ നാട്ടുകാരെല്ലാവരും കൂടി, അവരിലെ മുസ്ലിങ്ങളും കാഫറുകളും ഒക്കെ കൂടി അവനെ പിടിച്ചു. ഇത് കുഫറാവോ? സംഗതി ഇപ്പം പറഞ്ഞ ന്യായം അവിടെയും പറയാലോ. മുസ്ലിമിനെ ഇതിൽ ആളെ സഹായിച്ചു, കുഫാറാളെ സഹായിച്ചു എന്ന് പറയാലോ. കുഫറാവോ? അവർ ഹറാമ് പോലും ആവുകയില്ല, ചിലപ്പോൾ നന്മയായി തീരുകയും ചെയ്യും. എന്നതുപോലെ ചിലപ്പോ മുഴുവൻ രാജ്യങ്ങൾക്കും മനുഷ്യർക്കൊന്നാകെ ഫസാദ് ഉണ്ടാക്കി വെക്കുന്ന ചില ആളുകളെ പിടിക്കാനും അവരെ ശിക്ഷിക്കാനും ചിലപ്പോൾ മുസ്ലിമും കാഫറും സഹകരിച്ചേക്കും. അത് തെറ്റില്ല, ദീനിൽ തെറ്റേ അല്ല, പിന്നെങ്ങനെ കുഫറാവുക? അതുപോലുള്ള കാര്യങ്ങൾ പിടിച്ചിട്ടാണ് ഈ കൗമ് പലപ്പോഴും കുഫറാന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ഹറാമും കൂടിയല്ലാത്ത കാര്യങ്ങൾ. ഇങ്ങനെയുള്ള പിഴച്ച കക്ഷികൾ നോക്കൂ, അവർ യഥാർത്ഥ വിജ്ഞാനം അല്ല അവർക്കുള്ളത്. ജനങ്ങൾക്ക് വിജ്ഞാനമില്ല എന്നത് അവർ ചൂഷണം ചെയ്യുകയാണ്. ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നത് അവർ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. ഇത് നോക്കൂ, ഈ ആയത്തും ഇബ്നു കസീറിന്റെ തഫ്സീറും, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ലാ തത്തഖിദു അദുവി വഅദുവക്കും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽമവദ്ദ വഖദ് കഫറു ബിമാ ജാഅക്കും മിനൽ ഹഖ്. യഅനി, അല്ലാഹു ഇവിടെ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത് മുഅ്മിനുകളെ എന്ന് പറഞ്ഞതുകൊണ്ട് ആരാണ് ഉദ്ദേശം? ഇബ്നു കസീർ പറയുന്നു, അൽ മുശ്രിക്കീന വൽ കുഫാർ അല്ലദീന ഹും മുഹാരിബൂന ലില്ലാഹി വലിറസൂലിഹി وللمؤمنين الذين شرع الله عداوتهم ومصارمتهم ونهى أن يتخذوا أولياء وأصدقاء وأخلاء. ഇത് മുശ്രിക്കുകളെയും കാഫിറുകളെയും കുറിച്ചാണ്. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും മുഅ്മിനുകളോടും യുദ്ധപ്രഖ്യാപനം നടത്തുന്ന, അവരോട് എതിരിടുന്ന ഈ ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള ശത്രുതയും വിദ്വേഷവും നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അവരെ മിത്രങ്ങളാക്കാനോ ചങ്ങാതിമാരാക്കാനോ ഉറ്റമിത്രങ്ങളാക്കാനോ പാടില്ല. ഏതുപോലെ അള്ളാഹു ഖുർആനിലെ പല ആയത്തുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, യഹൂദികളെയും നസ്രാനികളെയും നിങ്ങൾ മിത്രങ്ങളാക്കരുത്. ബഅദുഹും ഔലിയാഉ ബഅദ്, അവർ പരസ്പരം മിത്രങ്ങളാണ്. വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും, നിങ്ങളിൽ ആരവരുമായി കൂട്ടുചേർന്നു അവനിൽപ്പെട്ടവനാണ്. ഇബ്നു കസീർ പറയുന്നു, ഹാദാ തഹ്ദീദുൻ ശദീദുൻ വവഈദുൻ അകീദ്, ഇത് കടുത്ത താക്കീതാണ്, അള്ളാഹുവിന്റെ കടുത്ത മുന്നറിയിപ്പാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ലാ തത്തഖിദുൽ ലദീന ഇത്തഖദു ദീനകും ഹുസുവൻ വലഇബ, നിങ്ങളുടെ ദീനിനെ കളിയും തമാശയാക്കിയവരെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്. മിനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വൽ കുഫാറ ഔലിയാ വത്തഖുല്ലാഹ ഇൻ കുൻതും മുഅ്മിനീൻ. അഹ്ലുൽ കിതാബിലും മുശ്രിക്കുകളിലും പെട്ടവരെ അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ.
അതുപോലെ സൂറത്തുൻ നിസായിൽ അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ അതുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താന മുബീന. മുഅ്മിനുകളെ, നിങ്ങളല്ലാത്തവരെ, നിങ്ങൾ കാഫിറുകളെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്. അതുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താന മുബീന. അല്ലാഹുവിന് നിങ്ങൾക്കെതിൽ വ്യക്തമായ തെളിവുണ്ടാകാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇനി നോക്കൂ, സൂറത്തു ആല ഇംറാനിൽ അല്ലാഹു പറഞ്ഞത് യാ അയ്യുഹൽ ലാ യത്തഖിദുൽ മുഅ്മിനൂന അൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. മുഅ്മിനുകൾക്ക് പുറമെ മുഅ്മിനുകൾ ഇവരെ അല്ലാഹുവിന്റെ ദീനിനെ നിഷേധിച്ചവരെ മിത്രങ്ങളാക്കരുത്. വമൻ യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫി ഷൈഇൻ. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അല്ലാഹു അവനുമായി ബന്ധമില്ല. ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാഹ്. അവരിൽ നിന്ന് നിങ്ങൾ വല്ല ഉപദ്രവവും പേടിക്കുന്നുവെങ്കിൽ ഒഴികെ. അപ്പോൾ ചിലപ്പോ ചില ബാഹ്യമായ ബന്ധങ്ങൾ വേണ്ടി വരും. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്. അല്ലാഹു അവനെക്കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യുന്നു. ഈ ആയത്ത് കൊടുത്ത ശേഷം ഇബ്നു കസീർ പറയുന്നു വലിഹാദാ ഖബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്റ ഹാത്തിബ്. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി ഹാത്തിബിന്റെ ഉദ്ർ ഒഴിവ് കഴിവ് സ്വീകരിച്ചത്. ഹാത്തിബ് കാരണം പറഞ്ഞു لما ذكر أنه إنما فعل ذلك مصانعة لقريش لأجل ما كان له عنده من الأموال والأولاد. ഹാത്തിബിന്റെ സ്വത്തും കുട്ടികളൊക്കെ അവിടെ ഉണ്ട്, അപ്പോൾ അവരെ ഒന്ന് ഒതുക്കി നിർത്താൻ, അവരൊന്ന് മയപ്പെടുത്താൻ വേണ്ടി ചെയ്താണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഉദ്ർ, ആ ഒഴികഴിവ് സ്വീകരിച്ചത് ഇതുകൊണ്ടാണ്. ഇങ്ങനെ എന്തൊക്കെ ഉദ്ർ അവരുമായി സഖ്യത്തിലും അതുപോലെ അവരുമായി കൂട്ടുചേരുകയും ചെയ്യുന്ന മുസ്ലിം ഭരണാധികാരികൾക്കും ആളുകൾക്കൊക്കെ ഉണ്ടാവും. ബുദ്ധിയില്ലാത്ത ചില വർത്താനങ്ങൾ ഖവാരിജികൾ പറയുന്നത് കേൾക്കാം. ഒരു നാട്ടിലെ മുസ്ലിങ്ങളുമായി ശത്രുത കൊണ്ടറിയപ്പെട്ട ഒരാള് ഇന്ന് ഇസ്ലാമിക രാജ്യത്ത് ചെന്നപ്പോൾ കണ്ടോ, അയാളെ ആദരിച്ചു, അയാളെ സ്വീകരിച്ചു. എന്ത് വിവരക്കേടാണ്. മറ്റൊരു നാട്ടിന്റെ ഭരണാധികാരി വന്ന് എന്താ ഉണ്ട് ചവിട്ടി പുറത്താക്കുകൊണ്ട് നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് എന്താ ചെയ്യുക? ഇസ്ലാമിന്റെ ഒരു കൊടിയ ശത്രു അന്ന് കൂട്ടിക്കോ. പെട്ടെന്ന് ഒരാൾ നല്ല ചിരിയും കൊണ്ട് വീട്ടിലേക്ക് വന്നു, നമ്മളെന്താ ചെയ്യുക? ചവിട്ടി പുറത്താക്കുക. ആളുകൾ എന്താണ് ചെയ്യുക? അപ്പൊ എന്നതുപോലെ ഇത് അതുപോലെയുമല്ല. ഇങ്ങനെയുള്ള വളരെ ഒരു നിലക്കും തെളിവിന് യോജിക്കാത്ത കാര്യങ്ങളാണ് ഖവാരിജികൾ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ഒക്കെ പറയുന്നത്. ഒക്കെ തെറ്റായ കാര്യങ്ങളാണ്. നമ്മളെ പിഴവിലേക്ക് കൊണ്ടുപോകാൻ, പിഴച്ച ചിന്തയിലേക്ക് കൊണ്ടുപോകാനുള്ള മോശമായ തെളിവുകളാണ് അതൊക്കെ. ഇനി നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഇവർ ആരാണ്? യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും. റസൂലിനെയും നിങ്ങളെയും പുറത്താക്കിയവരാണ്. ഈ ശത്രുതയുടെ കൂടെ അവരിങ്ങനെ കൂടെ ചെയ്തിരിക്കുന്നു. എന്താണ് കാരണം? അൻ തുഅ്മിനു ബില്ലാഹി റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ. എന്തേ മുഅ്മിനുകൾ തെറ്റ് ചെയ്തിട്ടുള്ളൂ? അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നത്. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് എന്ന് അസ്ഹാബുൽ ഉഖ്ദൂദ് സൂറത്ത് ബുറൂജിൽ അല്ലാഹു പറഞ്ഞില്ലേ, തീയിലേക്ക് കത്തിച്ച് കൊന്നു മുഅ്മിനുകളെ. അവരെന്താ തെറ്റ് ചെയ്തത്? അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നത് മാത്രം. ഇൻ കുൻതും ഖറജ്തും ജിഹാദൻ ഫീ സബീലി വബ്തിഗാ മർദാതി. നിങ്ങൾ എന്റെ മാർഗത്തിൽ ജിഹാദിനും എന്റെ തൃപ്തി ഉദ്ദേശിച്ചുമാണ് പുറപ്പെട്ടതെങ്കിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മക്ക ഫത്ഹിന് വേണ്ടി ഗസ്വ മക്കക്ക് വേണ്ടിയാണ് പുറപ്പെട്ടത് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ വഅന അലമു ബിമാ അഖ്ഫൈതു വമാ അലൻതും. നിങ്ങൾ അവരോട് രഹസ്യമായി സ്നേഹം കാണിക്കുന്നു, നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും ഞാൻ അറിയുന്നു. വമൻ യഫ്അൽഹു മിൻകും ഫഖദ് ضل സവാഅ സബീൽ. നിങ്ങൾ ആരത് ചെയ്തുവോ അവൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു. അപ്പൊ നോക്കത് തെറ്റായ കാര്യമാണ്. പക്ഷെ കുഫറാകുന്നത് വേറെ, ഹറാമാകുന്നത് വേറെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില അവസ്ഥകളിൽ കുഫർ ഹറാമോ പോലും അല്ലാതെയായി വരും. കാരണം അത് ദീനായിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ല. രണ്ടുപേർക്കും അതിൽ കാര്യമുണ്ട്. മുസ്ലിംകൾക്കും കാര്യമുണ്ട്, മറ്റുള്ളവർക്കും കാര്യമുണ്ട് എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഇയസ്ഖഫൂകും യകൂനു ലക്കും അഅദാഅ വയബ്സുതു ഇലൈക്കും ഐദിയഹും വഅൽസിനതഹും ബിസ്സൂ. അവർ നിങ്ങളെ കണ്ടാൽ അവർ നിങ്ങളുടെ ശത്രുക്കളാകും. അവരുടെ കൈകളും നാവുകളും മോശവുമായി ദ്രോഹവുമായി നിങ്ങളിലേക്ക് അവർ തിരിക്കും. വവദ്ദു ലൗ തക്ഫുറൂൻ. നിങ്ങൾ കാഫിറുകളായെങ്കിൽ എന്നവർ ആഗ്രഹിക്കുകയും ചെയ്യും. ലൻ തൻഫഅകും അർഹാമുകും വലാ ഔലാദുകും. നിങ്ങളുടെ മക്കളോ സമ്പത്തോ നിങ്ങൾക്ക് ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല. യൗമൽ ഖിയാമത്തി യഫ്സിലു ബൈനകും. അല്ലാഹു നിങ്ങൾക്ക് ഇടയിൽ വേർതിരിക്കും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു നിങ്ങൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവനാകുന്നു. ഇമാം ഇബ്നു കസീർ പറയുന്നു ഐ ഖറാബാതുകും ലാ തൻഫഉകും ഇൻദല്ലാഹ് ഇദാ അറാദ അല്ലാഹു ബികും സൂഅ. അല്ലാഹു നിങ്ങൾക്ക് മോശം വരണമെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ഒരു
കുടുംബവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു, വലൗ കാന ഖരീബൻ ഇലാ നബിയ്യിൻ മിനൽ അംബിയാ. എത്രത്തോളം ബന്ധുവായിട്ടുള്ളത് അള്ളാഹുവിന്റെ ഒരു നബിയാണെങ്കിൽ പോലും, ബന്ധുവായത് അള്ളാഹുവിന്റെ ഒരു നബിയാണെങ്കിൽ പോലും പ്രയോജനപ്പെടുകയില്ല, ആള് മോശമാണെങ്കിൽ. عن أنس أن رجلا قال يا رسول الله أين أبي. ബന്ധുവായിട്ടുള്ളത് ഒരു നബിയാണെങ്കിൽ കൂടി അവനവന്റെ അമൽ മോശമാണെങ്കിൽ അത് രക്ഷിക്കുകയില്ല. റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ ബത്തഅ ബിഹി അമലു ലം യുസ്രി' ബിഹി നസബു. വളരെ മഹത്തമായ ഒരു വാക്കാണ്, ആശയമാണ് ആ വാക്കുകൾ. മൻ ബത്തഅ ബിഹി അമലു ലം യുസ്രി' ബിഹി നസബു. ആരുടെയെങ്കിലും അമൽ പതുക്കുകയാണെങ്കിൽ, അമൽ മെല്ലെ സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവന്റെ നസബ് അവനെയും കൊണ്ട് വേഗം പോവുകയില്ല. അമല അനുസരിച്ചിട്ട് ആരും മുന്നോട്ട് നീങ്ങുകയുള്ളൂ. നസബ് കുടുംബ പരമ്പര കൊണ്ട് അവൻ മുന്നിലേക്ക് കടക്കുകയില്ല. അവൻ പിന്നിലാണോ അമൽ കൊണ്ട് പിന്നിൽ തന്നെ, നസബ് കൊണ്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്ന അബീ, എൻ്റെ ഉപ്പ എവിടെ? ഖാല ഫിന്നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിലാണ്. അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് പറഞ്ഞു കൊടുത്തു, നേരത്തെ മരിച്ചുപോയ കാഫിറായി മരിച്ച ഉപ്പയാണ്. ഫലമ്മാ ഖഫ, അയാൾ തിരിഞ്ഞു നടന്നപ്പോൾ ദഅാഹു, റസൂൽ തിരിച്ചു വിളിച്ചു. അയാൾ പ്രയാസത്തിൽ പോയപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി റസൂൽ വിളിച്ചതാണ്. ഫഖാല ഇന്ന അബീ വ അബാക ഫിന്നാർ. വിഷമിക്കണ്ട, എൻ്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ്. കാരണം തന്നെ പോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കണ്ടാൽ ആശ്വാസം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ദുനിയാവിൽ അങ്ങനെയാണ്, നരകത്തിൽ അങ്ങനെ ഉണ്ടാവുകയില്ല എന്നാണ്. നഊദു ബില്ലാഹി മിനന്നാർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചു, അവിടുത്തെ ഉപ്പാന്റെ സ്ഥിതി ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുൽ ഖൽഖ്, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഉത്തമർ, സ്വർഗത്തിൽ ആദ്യം കടക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈമാനില്ലാത്ത ഉപ്പ, മകൻ അള്ളാഹുവിന്റെ റസൂലുകളിൽ അഫ്ദലാണ് എന്നതുപോലും ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ പാഠമാണ് അതിലുള്ളത്. അള്ളാഹു നമ്മെ മുസ്ലിമീങ്ങളായി മരിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, قد كانت لكم أسوة حسنة في إبراهيم والذين معه إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك من الله من شيء ربنا عليك توكلنا وإليك أنبنا وإليك المصير. അള്ളാഹു മുഅ്മിനുകളോട് പറയുന്നു, ഖദ് കാനത് ലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഉസ്വത്തുൻ ഹസനത്തുൻ, ഉത്തമ മാതൃക, നല്ല മാതൃകയുണ്ട്. മുഅ്മിനുകളെ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഫി ഇബ്രാഹിമ വല്ലദീന മഅഹ്, ഇബ്രാഹിമിന്റെയും അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മുഅ്മിനുകളുടെയും അവരിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇദ് ഖാലു, അവർ പറഞ്ഞപ്പോൾ, അവരുടെ ഈ വാക്കിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ലിഖൗമിഹിം, അവരുടെ ജനങ്ങളോട്, ഖൗമിനോട് പറഞ്ഞു, ഇന്ന ബുറാഉ മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ബുറാആൻ, ബന്ധമില്ല, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ബന്ധം ഒഴിവാണ്. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളിൽ നിന്നും നിങ്ങൾ എന്തിനെ ഇബാദത്ത് ചെയ്യുന്നോ അതിൽ നിന്നും. കഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ നിഷേധിച്ചിരിക്കുന്നു. വബദാ, വെളിപ്പെട്ടിരിക്കുന്നു, ബൈനനാ വബൈനക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ അൽ അദാവതു വൽ ബഗ്ദാ, ശത്രുതയും വിദ്വേഷവും. അബദൻ, എല്ലാ കാലത്തേക്കും എന്ന് പറഞ്ഞാൽ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദഹ്, നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നത് വരെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് വരെ. ഇതിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുത്തെ കൂടെയുള്ള മുഅ്മിനുകൾ ഇത് ജനങ്ങളോട് പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അള്ളാഹു പറയും, ഇല്ലാ ഖൗല ഇബ്രാഹിം അലി അബീഹി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഉപ്പയോട് പറഞ്ഞ ഒരു വാക്കിലൊഴികെ അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. കാരണം അത് തെറ്റായിരുന്നു. ഉപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തരുത് എന്ന് അള്ളാഹു പറയുന്നതിന് മുമ്പായിരുന്നു. മാത്രമല്ല, ഉപ്പാനോട് പിരിയുമ്പോൾ ഒരു വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് തേടാം, നിങ്ങൾക്ക് പുറത്തു തരാൻ. അത് പാലിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്. കാരണം മുശ്രിക്കുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് ദുആ ചെയ്യാൻ പാടില്ല, പുറത്തു കൊടുക്കാൻ ദുആ ചെയ്യാൻ പാടില്ല. അവർ അള്ളാഹു നന്നാക്കട്ടെ, ഹിദായത്ത് കൊടുക്കട്ടെ, അള്ളാഹ് എനിക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് ഒരു യഹൂദി തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്താ ആഗ്രഹിച്ചിട്ടാണ്? റസൂലുള്ള യർഹമുക അല്ലാഹ് എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, യഹ്ദീക അല്ലാഹ്, അള്ളാഹ് എനിക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പറഞ്ഞു.
ഇല്ല ഖൗല ഇബ്രാഹിം ലഅബീഹി ലഅസ്തഗ്ഫിറന്ന ലക വമാ അംലികു ലക മിനല്ലാഹി മിൻ ഷൈ. അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും ഉടമപ്പെടുത്തുന്നില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. റബ്ബന അലൈക തവക്കൽന, അല്ലാഹുവേ നിന്നിൽ മാത്രം ഞങ്ങൾ തവക്കുലാക്കിയിരിക്കുന്നു, ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഇലൈക അനബ്ന, നിന്നിലേക്ക് ഞങ്ങൾ ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് മടക്കം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ശ്രദ്ധിക്കുക. യഖൂലു തആല, അല്ലാഹു പറയുന്നു ലിഇബാദിഹിൽ മുഅ്മിനീന അല്ലദീന അമറഹും ബിമുസാറമത്തിൽ കാഫിരീന വഅദാവതിഹിം വമുജാനബതിഹിം വത്തബറി മിൻഹും. അല്ലാഹു മുഅ്മിനുകളോട്, അഥവാ ഏതൊരു മുഅ്മിനുകളോടാണോ അല്ലാഹു കൽപ്പിച്ചത് ബിമുസാറമത്തിൽ കാഫിരീൻ, കാഫിറുകളോട് അഥവാ അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു ദീനുകൾ സ്വീകരിച്ചവരോട് അവരോട് എതിരിടാനും, വഅദാവതിഹിം അവരോട് ശത്രുത പുലർത്താനും, വമുജാനബതിഹിം അവരോട് അകന്നു നിൽക്കാനും, വത്തബറി മിൻഹും അവരിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കാനും കൽപ്പിച്ച അള്ളാഹു ആ മുഅ്മിനുകളോട് പറയുന്നു, നിങ്ങൾക്ക് ഇബ്രാഹിമിലും അവിടുത്തെ കൂടെയുള്ളവരിലും മാതൃകയുണ്ട്. അഥവാ വഅത്ബഅഇഹി അല്ലദീന ആമനൂ മഅഹു, ഇബ്രാഹിമിന്റെ കൂടെ വിശ്വസിച്ചവരിൽ അവർ ആ ജനങ്ങളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ ശത്രുതയാണ്, വിദ്വേഷമാണ്. മാ ദുംതും അലാ കുഫ്രിക്കും ഫനഹ്നു അബദൻ നതബറഉ മിൻകും വനുബ്ഗിദുക്കും. നിങ്ങൾ ഈ കുഫറിൽ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ബന്ധമൊഴിവാണ്, ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യമാണ്. ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദഹ, നിങ്ങൾ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുന്നതുവരെ. ഐ ഇലാ അൻ തുവഹിദുല്ലാഹ് ഫതഅബ്ദുഹു വഹ്ദഹു ലാ ശരീക ലഹു വതഖ്ലഉ മാ തഅബ്ദൂന മഅഹു മിനൽ ഔസാനി വൽ അൻദാദ്. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ബിംബങ്ങളിൽ നിന്നും അതുപോലെ സമന്മാരിൽ നിന്നും നിങ്ങൾ ഒഴിവാകുന്നതുവരേക്കും. ഇത് മുഅ്മിനുകൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, ഇബ്രാഹിമും അലൈഹി സ്വലാത്തു വസ്സലാം കൂടെയുള്ളവരും പറഞ്ഞതിൽ. അപ്പോൾ ഇത് വ്യക്തമായി മുഅ്മിനുകൾക്ക് ആർക്കും വ്യക്തമായി മനസ്സിലാകുന്ന ആയത്തുകളാണ്. മുസ്ലിമീങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളല്ലാത്തവരോട് എങ്ങനെ പെരുമാറണം എന്നും പറഞ്ഞിട്ടുണ്ട്. അവരോടുള്ള ബന്ധം അല്ലാഹു പറഞ്ഞതുപോലെയാണ്. അവരുമായുള്ള ഇടപാടുകളും അതുപോലെ അവരോടുള്ള സ്നേഹവുമൊക്കെ കൂട്ടിക്കലർത്തിയ ആളുകൾ സംസാരിക്കാറുണ്ട്. അത് തെറ്റാണ്. അല്ലാഹു എല്ലാവരോടും വേണമെന്ന് കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. അത് പഠിച്ചാൽ പല ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ നീങ്ങും. കാരണം ആദിൽ, നീതി എല്ലാവരോടും വേണ്ടതാണ്. നീതി, ദുൽമ പാടില്ല, അതിക്രമം പാടില്ല. അപ്പോൾ നോക്കൂ, ഞാൻ അവനെ വെറുക്കുന്നു, അതെന്റെ സൗകര്യമല്ലേ, ഞാൻ വെറുക്കുന്നു. ഞാൻ അവനോട് എന്തെങ്കിലും ദുൽമ പ്രവർത്തിച്ചാൽ അതാണ് ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുക. ദുൽമ പാടില്ല ഒരാളോടും, അക്രമമോ അനീതിയോ പാടില്ല ഒരാളോടും, പടപ്പിനോടും പാടില്ല, അനീതിയോ അക്രമവും പാടില്ല. നസീഹ അതവരോടുണ്ട്. ഇത്ര വലുതാണ് നസീഹ. അവർ നന്നാണെന്ന ആഗ്രഹം, നന്നാവണമെന്ന ആഗ്രഹം, അതുകൊണ്ട് നസീഹ. നബിമാര് ഖൗമിനോട് പറഞ്ഞില്ലേ, അനലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് നാസിഹാണ്, അമീനാണ്, വിശ്വസ്തനാണ്. വഞ്ചിക്കാൻ പാടില്ല, നമുക്ക് പാടില്ല. ദുൽമ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. ശരി, സഹായിക്കാമോ? അവരിൽ ബുദ്ധിമുട്ടുന്നവനെ, പ്രയാസപ്പെടുന്നവനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സഹായിച്ചിരിക്കുന്നു. കാരണം സഹായിക്കുമ്പോൾ നമ്മൾ താഴുകയില്ല, നമ്മൾ മുകളിലാണ് ആവുന്നത്, നമ്മളവന്റെ മുകളിലാണ്. അവനിങ്ങോട്ട് സഹായിച്ചാൽ വേഗം തിരിച്ച് സഹായിക്കുക. കാരണം അല്ലെങ്കിൽ നീ അവന്റെ താഴെയാവും. അങ്ങോട്ട് കൊടുത്താൽ ഒരുപോലെയായി, കുറച്ചധികം കൊടുത്താൽ മുകളിലായി. അതുപോലെ ഹദിയ, സമ്മാനം സ്വീകരിക്കാമോ? സ്വീകരിക്കാം, കൊടുക്കുകയും ചെയ്യാം. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതുപോലെ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ മൂടി വെച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച ആയത്ത് നമ്മൾ പറഞ്ഞാൽ നമുക്കെതിരെ ആരും വാളെടുക്കണ്ടില്ല. അള്ളാഹു പറഞ്ഞതേ നമുക്ക് പറയാൻ കഴിയുള്ളൂ, മാറ്റി പറയാൻ പറ്റുമോ? അള്ളാഹിന്റെ ഖുർആനിലല്ലല്ലോ ഇത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലുള്ളതല്ല ഇത്, മാറ്റി പറയാൻ കഴിയുകയില്ല. പക്ഷേ ചിലത് മാത്രം കേൾക്കുമ്പോൾ ചിലർക്ക് പ്രയാസം ഉണ്ടായേക്കും. അത് മുഴുവൻ കേൾക്കുക, മുഴുവൻ കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.